കെ ശൈലജ ടീച്ചർ CPIMന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. കഴിഞ്ഞ ദിവസം വൈകിട്ട് മനോരമ ഓൺലൈൻ ബ്രേക്ക് ചെയ്ത വാർത്തയാണിത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പേര് നിർദ്ദേശിച്ചതെന്നും വാർത്തയിൽ പറയുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയൊരു വാർത്ത മറ്റൊരു മാധ്യമങ്ങൾക്കും കിട്ടിയിട്ടില്ല. എന്തിന്, മനോരമയുടെ ന്യൂസ് ചാനൽ പോലും ആ വാർത്ത ബ്രേക്ക് ചെയ്തിട്ടുമില്ല. കാരണം എന്തായിരിക്കും? അത് അന്തരീക്ഷത്തിൽ നിന്നുണ്ടായ ഒരു വാർത്ത ആയതുകൊണ്ട് തന്നെയാണ്. ഇത്തരം ഒരു വാർത്ത വന്നാൽ അത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം എത്ര വലുതായിരിക്കുമെന്ന് മനോരമയ്ക്ക് നന്നായിട്ട് അറിയാം. ആ ആശയക്കുഴപ്പം ഉണ്ടാക്കുക തന്നെയായിരുന്നു മനോരമയുടെ ലക്ഷ്യമെന്ന് എടുത്തു പറയേണ്ടി വരും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF ഉണ്ടാക്കിയ നേട്ടം നിയമസഭയിലും അവർ ആവർത്തിക്കും എന്നൊരു പ്രതീതി ഇതിനോടകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ഭരണം നഷ്ടപ്പെട്ടാൽ പിണറായി വിജയന്റെ റോൾ എന്തായിരിക്കും എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഒന്നര പതിറ്റാണ്ട് കാലത്തോളം CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയും 10 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കാൻ തയ്യാറാകുമോ? അതിന് അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ ഒരു MLA ആയി മാത്രം തുടരുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കും എന്നുള്ള വാർത്തകളും പരക്കുന്നുണ്ട്. 2021 ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്ന ആരോഗ്യമന്ത്രിയായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ശൈലജ ടീച്ചറെ മന്ത്രി പദവിയിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന ഒരു ആരോപണം കഴിഞ്ഞ തവണ ഉയർന്നിരുന്നു. പുതുമുഖങ്ങൾ വരട്ടെ, പുതിയ ആളുകൾക്ക് അവസരം കിട്ടട്ടെ എന്ന പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ നടന്നത്. എന്നിരുന്നിട്ടും ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ബോധപൂർവം നടന്നു എന്ന് വേണം പറയാൻ. മുഖ്യമന്ത്രിക്കെതിരായ ഒളിയമ്പും ഈ പ്രചാരണത്തിന് പിന്നിലുണ്ടായിരുന്നു. കെ ശൈലജ തന്നേക്കാൾ അംഗീകാരം നേടുന്നതിൽ മുഖ്യമന്ത്രിക്ക് അസൂയയായിരുന്നു എന്നതായിരുന്നു അന്നത്തെ നറേറ്റീവ്. ഇതേ തന്ത്രമാണ് ഇപ്പോൾ മനോരമ വീണ്ടും പയറ്റുന്നത്. CPIMനെയും LDFനെയും മുഖ്യമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പിൽ നയിക്കുമെന്നത് നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെ അത് പറഞ്ഞിട്ടുമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ കെ ശൈലജയുടെ പേര് കൂടി അന്തരീക്ഷത്തിൽ നിർത്തിയാൽ അത് മുഖ്യമന്ത്രിക്കെതിരായ ആയുധമാക്കാൻ സാധിക്കും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിണറായി വിജയൻ തന്നെ വീണ്ടും തുടരുമെന്ന നിലയിൽ കാര്യങ്ങൾ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ശൈലജ ടീച്ചർക്ക് വീണ്ടും ഒരു അവസരം കൊടുത്തുകൂടാ? എന്തുകൊണ്ട് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിക്കൂടാ? എന്തുകൊണ്ടാണ് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നത്? മുതലായ പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്നുള്ളതാണ് മനോരമ ഓൺലൈൻ വാർത്തയുടെ ലക്ഷ്യം.